ഈശാവാസ്യം മന്ത്രം 10. ഇതിന്റെ ആദ്യം ടിപ്പണി ഒന്നങ്ങ് നോക്കിക്കോ. നനു ത്യാജ്യമേവ കർമ്മ ഉപാസനദ്വയം ഇത്യാശങ്കാം അപനുദൻ മന്ത്രാന്തരം അവതാരയതി. തർഹി ത്യാജ്യമേവ കർമ്മോപാസനദ്വയം. കർമ്മം ഉപാസന രണ്ടും ത്യാജ്യമാണല്ലോ, ത്യജിക്കേണ്ടതാണല്ലോ. ഈ ഒരു പ്രശ്നമൊക്കെ നമ്മൾ മുന്നേ കണ്ടതല്ലേ. പ്രഹാണാർത്ഥൈവ എന്ന് 34-ാമത്തെ പേജിൽ ടീക്കയില് അവസാന പങ്ക്തി എങ്ങനെയാണ്? ഫലാഭാസത്വാദ്, അതായത് മുക്തി എന്നുള്ള ഒരു ഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കർമ്മോപാസന ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദേവതാലോകം എന്നുള്ളത് ഫലാഭാസമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫലം കൊടുക്കാത്ത ഈ ഉപാസനയും അതേപോലെ കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല, ത്യാജ്യമാണ് എന്നാണ് പൂർവപക്ഷിയുടെ ആക്ഷേപം. അതിന് നമ്മൾ എന്താ ഉത്തരം കൊടുത്തത്? രണ്ടിനും ഭിന്ന ഭിന്നമായിട്ട് ഫലമുണ്ട്. തയോർ ജ്ഞാനകർമ്മണോർ ഇഹ ഏകൈക അനുഷ്ഠാന നിന്ദ സമുച്ചിശയാ ന നിന്ദാപരായവ ഏകസ്യ പൃഥക് ഫലശ്രവണാത്. ഇവിടെ ഓരോരോന്നിനും കർമ്മത്തിനും ജ്ഞാനത്തിനും പൃഥക്കായിട്ട് ഭിന്ന ഭിന്നമായിട്ട് ഫലം കാണുന്നതിനാൽ ത്യാഗം, അതായത് നിഷേധം ചെയ്തത് അത് കേവലം നിഷേധത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് സമുച്ചയം നടത്താനുള്ളതാണ്. ഈ ഒരു കാര്യത്തെയാണ് ഇവിടെ ഈ ഒരു കാര്യത്തിലെ പൂർവപക്ഷിയുടെ ആക്ഷേപമാണ് ഇവിടെ വരുന്നത്. എത്ര ആവശ്യമുള്ളൂ? ഇവ മുക്തിക്ക് കാരണമല്ല എന്നുള്ളത് കൊണ്ട് കർമ്മോപാസന ദ്വയം ത്യാജ്യമേവ. ഇത്രയും ഭാഗമാണ്, ഇത്രയും അന്വേഷിക്കാൻ പാടുള്ളൂ. മുക്തിക്ക് കാരണമാവാത്തത് കൊണ്ട് കർമ്മ ഉപാസനാദ്വയം ത്യാജ്യം. കർമ്മവും ഉപാസനയും ത്യാജ്യമാണ്, ഗ്രഹിക്കാൻ യോഗ്യമല്ല. ഇത്യാശങ്കാം അപനുതൻ, ഈ ഒരു ആശങ്കയെ നിരാകരിച്ചും കൊണ്ട് മന്ത്രാന്തരം, അന്യമന്ത്ര മന്ത്രാന്തരം, വേറൊരു മന്ത്രത്തെ അവതാരയതി, മറ്റൊരു മന്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. തത്ര എന്നും പറഞ്ഞ് ഭാഷ്യം കാണ്. തത്ര അവാന്തര ഫലവേദം വിദ്യാകർമ്മണോഹോ സമുച്ചയ കാരണമാഹ. വിദ്യയും കർമ്മവും തമ്മിലുള്ള സമുച്ചയത്തിന് കാരണമാണ് വിദ്യയ്ക്കും കർമ്മത്തിനും അവാന്തരമായിട്ട് ഫലം ഉണ്ട് എന്നുള്ളത്. ഈ അവാന്തര ഫലം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഫലം എന്ന് പറഞ്ഞല്ലേ, ഫലഭേദമുണ്ട് എന്ന് പറഞ്ഞാൽ വിദ്യയ്ക്ക് ഫലം വേറെയുണ്ട്, കർമ്മത്തിന് ഫലം വേറെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഭാഷ്യകാരൻ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താ? അവാന്തരം എന്നാ. അവാന്തരം എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എന്ന അർത്ഥം. മധ്യവർത്തി എന്ന് പറഞ്ഞാൽ മുഖ്യമായിരിക്കുന്ന ഏതോ ഒരു വേറെ ഫലം ഉണ്ട്, ഇത് അവാന്തര ഫലം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് മറ്റു സ്ഥലത്ത് ബൃഹദാരണ്യത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം സംയോഗ പൃഥക്തനിയ എന്ന് പറയും. സംയോഗം എന്ന് പറഞ്ഞ വാക്യം, വാക്യസ്യ പൃഥക്ത്വം. അതായത് ഈ കർമ്മവും ഉപാസനയും കാമനയോടുകൂടി ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഫലത്തെ കിട്ടും. അല്ലെങ്കിലോ കാമനരഹിതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അന്ധകരണ ശുദ്ധിക്ക് കാരണമാണ്. ഇവിടെ തന്നെ നിങ്ങൾ കുറച്ചു കഴിഞ്ഞാൽ അവിടെയും രണ്ടാക്കും. ദേവതാ പ്രാപ്തിക്ക് കാരണമായി മാറും ഇങ്ങനെ ചെയ്താൽ, അത് മുക്തിക്ക് കാരണമാവും. ഞാൻ സംബിഡാർത്ഥം എടുത്ത് പറയാം കേട്ടോ. ഇച്ഛാരഹിതമായിട്ട് ഈ കർമ്മോപാസന സമുച്ചയിച്ച് ചെയ്തു കഴിഞ്ഞാല് അന്ധകരണ ശുദ്ധിക്ക് കാരണമായിക്കൊണ്ട്, ഇവിടെ അങ്ങനെയാ പങ്ക്തി വന്നത്. അന്ധകരണ ശുദ്ധി കാരണം വഴി ഹിരണ്യഗർഭ ലോകത്തിലൂടെ അത് മുക്തിക്ക് കാരണമാവും. ചില സ്ഥലത്ത് അങ്ങനെ ചെയ്താൽ അന്ധകരണ ശുദ്ധിക്ക് നേരിട്ട് കാരണമായി മാറും. അപ്പൊ പിന്നെ ഹിരണ്യഗർഭ ലോകത്തൊന്നും പോകേണ്ടി വരില്ല. പിന്നെ പ്രമാണം കൂടി പഠിക്കുന്നത് കൊണ്ട് പ്രമാണത്തിൽ നിന്ന് ജ്ഞാനോത്പത്തി ഉണ്ടാവും. അതിവിടെ പറഞ്ഞിട്ടില്ല. സാമാന്യമായിട്ട് കർമ്മോപാസനകൾ അന്ധകരണ ശുദ്ധിക്ക് കാരണമാവും എന്ന് പറഞ്ഞാല് അന്ധകരണ ശുദ്ധി വഴി ജ്ഞാനത്തിന് കാരണമായി മാറും. അന്നപ്പോൾ കർമ്മോപാസനകളുടെ ആത്യന്തിക ഫലം എന്താ? കൈവല്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല വേദങ്ങളുടെയും ആത്യന്തികമായിരിക്കുന്ന ഫലം ഏകമായിരിക്കുന്ന അദ്വിതീയ ബോധം വഴി മോക്ഷത്തിനുള്ളതാണ്. അവാന്തര ഫലം മാത്രമാണ് ദേവതാ ലോകപ്രാപ്തി. കർമ്മണ പിതൃലോക, വിദ്യ ദേവലോക എന്നുള്ളത് ദേവലോകപ്രാപ്തി മാത്രമാണ്. സമുച്ചയിച്ച് ചെയ്യുന്ന സമയത്ത് ഇച്ഛാരഹിതമായിട്ട് ചെയ്താല് ദേവത്വപ്രാപ്തി വരും. കാരണം ആ ലോകത്ത് ആ ദേവന്റെ സ്വരൂപത്തിൽ, എന്നാൽ ഹിരണ്യഗർഭന്റെ രൂപത്തിൽ തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ സംപ്രാപ്തെ പ്രതിസഞ്ചരേ, ഈ ഹിരണ്യഗർഭ ലോകം അവസാനിക്കുന്ന സമയത്ത് ബ്രഹ്മണ സഹ തേ സർവേ സംപ്രാപ്തെ പ്രതിസഞ്ചരേ പരസ്യാന്തേ കൃതാത്മാനഃ പ്രവിശന്തി പരം പദം.
പരാന്റെ അന്ത്യത്തിൽ, അതായത് ഹിരണ്യഗർഭന്റെ അവസാനത്തില് ഹിരണ്യഗർഭൻ മായയിലേക്ക് ഹിരണ്യഗർഭൻ മുക്തനായി കഴിഞ്ഞു, അങ്ങനെയുള്ളൂ. ഹിരണ്യഗർഭൻ മുക്തനായിക്കൊണ്ട് ജഗത്ത് മായയിലേക്ക് ലീനമാകുന്ന സമയത്ത് ആ ഹിരണ്യഗർഭ ലോകത്തുള്ളവരെല്ലാം തന്നെ മുക്തന്മാരാകും. അത് ഇതിന്റെ കാരണമായിട്ട് നിങ്ങൾക്ക് ടിപ്പണിയൊക്കെ വിശദീകരിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഈ സമുച്ചയം കാരണമായി മാറും. അപ്പൊ സമുച്ചയത്തിന് പല രീതിയിൽ വ്യാഖ്യാനം വരുന്നുണ്ട് ടിപ്പണിയിൽ. നിങ്ങളുടെ ഈ ജ്ഞാനകാന്ഡം പോലെ തന്നെ ടഫായിരിക്കും ടീക്കൻ ടിപ്പണിയും വെച്ചിട്ട് നമ്മൾ ഉപാസനാകാന്ഡം കൊണ്ടുപോയാൽ. ഓക്കെ, ഇതിന്റെ ടിപ്പണി നോക്കിക്കോ. തത്ര, അതെവിടെ എന്താ പറയുക, തത്ര അവാന്തര ഫലഭേദം. ഇപ്പൊ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, അവിടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ടിപ്പണി ബാക്കി ഭാഗം കാണും, ഒന്നിന്റെ ബാക്കി ഭാഗം ആദ്യം വായിച്ചിട്ടുള്ളൂ. പ്രത്യേകം നിന്ദിതത്വേ വിഹിതത്വേന ത്യാഗ അയോഗ്യേച്ച സതീതി യാവത്. അങ്ങനെ ഇരിക്കേന്ന് പറഞ്ഞാൽ പ്രത്യേകം നിന്ദിക്കുകയും വിധാനം ചെയ്തിരിക്കുകയും ചെയ്തതിനാൽ, ശ്രുതി വിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കർമ്മത്തെ ഉപാസനയും, പക്ഷേ നിന്ദയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ച സമുച്ചയമാണ് എന്നർത്ഥം. ഇനി അടുത്ത മന്ത്രത്തിന്റെ തുടക്കത്തിൽ ടിപ്പണിയിൽ പറയും, ഫലവും ഉണ്ട്, ത്യാഗം ചെയ്യാനും പറ്റത്തില്ല. ഫലവും ഉള്ളതിനാൽ ത്യാഗം ചെയ്യാൻ പറ്റാത്തതിനാലും പ്രത്യേകം നിന്ദ ചെയ്തതിനാലും ഉദ്ദേശിച്ചത് സമുച്ചയമാണെന്ന് എന്ന് രണ്ട് രീതിയിലും പറയും. ഇവിടെ എത്രയേ ഉള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? പ്രത്യേകം നിന്ദ ചെയ്തിട്ടുണ്ട്, അതേപോലെ ശ്രുതി വിധാനവും ചെയ്തിട്ടുണ്ട്. ശ്രുതി വിധാനം ചെയ്തിട്ടും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റെന്തോ കാര്യം ഉദ്ദേശിച്ചിട്ടാണ്. അതെന്തായിരിക്കും? സമുച്ചയം ഉദ്ദേശിച്ചിട്ടാണെന്ന് അർത്ഥം. അന്നപ്പോ ഇനി ഭാഷ്യം കണ്ടോ. തത്ര, അതായത് നിന്ദയുണ്ടായിട്ടും ശ്രുതി വിധാനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനാൽ സമുച്ചയമാണ് ഉദ്ദേശിച്ചത്. ആ സമുച്ചയത്തിന്റെ കാരണമാണ് അവാന്തര ഫലഭേദം. ആരുടെ അവാന്തര ഫലഭേദമാണിത്? വിദ്യാകർമ്മണോഹോ. ആഹാ, വിദ്യയ്ക്കും കർമ്മത്തിനും പ്രത്യേകം ഫലമുണ്ട് എന്നുള്ളതാണ് സമുച്ചയത്തിന്റെ കാരണം. അന്യഥ, അങ്ങനെയല്ലെങ്കിൽ. എങ്ങനെയല്ലെങ്കിൽ, ഈ അന്യഥ എന്നുള്ള പദത്തിന് അതിന്റെ അർത്ഥം എന്തായിരിക്കും? ടിപ്പണി 3 കാണും അല്ലെ, 2 കാണും. അവാന്തര ഫലഭേദം എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നോക്കിക്കോ എന്താന്നുള്ളത്. ടിപ്പണി 2. മുഖ്യം ഫലം മനസ്സിലായിക്കോളെ. മുഖ്യം ഫലമായിരിക്കട്ടെ ശുദ്ധി ജ്ഞാനദ്വാരക മോക്ഷേവ ഫലമിത്യാശയ. മുഖ്യം ഫലം ചിത്തശുദ്ധി വന്ന് ജ്ഞാനം വഴി മോക്ഷമാകുന്നു. ഏതിന്റെ? വിദ്യയുടെയും കർമ്മത്തിന്റെയും മുഖ്യഫലം അവാന്തര ഫലമാണിത്. ഇതിനെ പറയും നമ്മൾ എങ്ങനെ? രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് സംയോഗവൃത്തത്തെ ന്യായത്തിനനുസരിച്ചാണ് ഈ 2 ഫലം കാണിക്കുന്നത്, മനസ്സിലാക്കിയോ? അന്യഥായ്ക്ക് അർത്ഥം പറയാണ്, അവാന്തര ഫലഭേദ അനുക്തവും. ഇതാണ് അന്യഥ. അവാന്തര ഫലഭേദം പറഞ്ഞില്ല എങ്കിൽ ഫലവത് അഫലവതോഹോ സന്നിഹിതയോർ അംഗാങ്കിത ഏവ സ്യാദിത്യർത്ഥ. ഒരു നിയമമുണ്ട്, ഫലവത് സന്നിധോ അഫലം തദംഗം. ഫലത്തെ പറയുന്ന വാക്യത്തിന്റെ സന്നിധിയിൽ ഫലത്തെ പറയാത്ത വാക്യങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്ന വിധിയുടെ അംഗമായിട്ട് പറഞ്ഞാൽ അവിടെ വിധിച്ചിരിക്കുന്ന കർമ്മത്തുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യമായിരിക്കും. ഫലവത് സന്നിധോ അഫലം തദംഗം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഫലഭേദം പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് പറ്റും? ഫലവത് അഫലവതോഹോ, അതായത് കർമ്മ ഉപാസനകളിൽ ഒന്നിന് ഫലം ഉണ്ടാവുകയും മറ്റൊന്നിന് ഫലം ഇല്ലാതെയും പോകുമ്പോൾ, സന്നിഹിതയോഹോ കയോഹോ ജ്ഞാനകർമ്മണോഹോ, ജ്ഞാനവും കർമ്മവും ഒരേ ഗ്രന്ഥത്തിൽ വന്നു നിൽക്കുന്ന സമയത്ത് അംഗാങ്കിത ഏവ സ്യാദിത്യർത്ഥ, ഒന്ന് അംഗവും ഒന്ന് അങ്കിയായി മാറും. ഇതിനെ നിങ്ങൾ ടിപ്പണി 5 കണ്ടേ പറ്റത്തുള്ളൂ. ഇതിനെ കുറച്ച് മുമ്പുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തണം. 4, 5 ഒക്കെ കണ്ടോ? ഫലവതരു ഇത്യാദി ഫലവത് സന്നിധാവ ഫലം തദംഗമിതി ന്യായ അണ്ടർലൈൻ ചെയ്തോ. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾ ഇവിടെ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ ഇത് ഇനിയും എല്ലാ ഉപനിഷത്തിലും കയറി വരും. അന്നേരം പിന്നെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. മുമ്പ് കേട്ടതാണ്, പോട്ടെ എന്ന് പറയാം. ഫലവത്, ഫലമുള്ളത്. അതിന്റെ ഫലമുള്ള വാക്യത്തിന്റെ സന്നിധിയിൽ കാണുന്നേ, അല്ലെങ്കിൽ ഫലത്തോടു കൂടിയിരിക്കുന്ന കർമ്മത്തിന്റെ സന്നിധിയിൽ കാണുന്നേ അഫലമായിരിക്കുന്ന കർമ്മം ആ ഫലവത് കർമ്മത്തിന്റെ അംഗമായിട്ടിരിക്കും. ഇത് ന്യായാത്. സന്നിഹിതത്വം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? സന്നിധിയിൽ നിന്ന് ഒന്നിൽ വരിക എന്നുള്ളതാണ്. അനയോർ ഏകശാസ്ത്ര വിഹിതത്വം. ഒരേ ശാസ്ത്രത്തിൽ വിഹിതമാകുമ്പോഴാണ്, ഒരേ ശാസ്ത്രത്തിൽ കർമ്മവും ഉപാസനയും വിഹിതമാകുമ്പോൾ ജ്ഞാനം എന്നുള്ളത് ഉപാസന, അത് രണ്ടും എന്തായി മാറും? സന്നിഹിതമായി മാറും. ഈ ശാസ്ത്രം എന്താണ്? ശാസ്ത്രം ച ഏകം വേദ ഏവൈത്യവധേയം. ഏകമായിരിക്കുന്ന വേദമാണ് ഇവിടുത്തെ ശാസ്ത്രം എന്ന് ഉദ്ദേശിച്ചത്. ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം എന്താ? എന്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്? ശാസ്ത്രം കിം ഏക പ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം ശാസ്ത്രം.
ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സകല കാരണങ്ങളെയും പ്രതിപാദിക്കുമ്പോൾ ആണ് അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ ഏകദേശം മാത്രമാണ് പ്രകരണം. ഏകപ്രയോജന ഉപനിബദ്ധം, ഏകപ്രയോജനമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന അശേഷാർത്ഥം, സകല അർത്ഥത്തെയും പ്രതിപാദിക്കുന്നത് ഏതാണ്? പ്രതിപാദകം ശാസ്ത്രം. ശാസ്ത്ര ഏകദേശ സംബദ്ധം ശാസ്ത്ര കാര്യാന്തരി സ്ഥിതം ആഹുഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിപസ്ഥിത. ഗ്രന്ഥത്തിന്റെ ഭേദം, വിഭാഗം അറിയുന്നവർ, വിപശ്ചിജ്ഞാനികൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? ശാസ്ത്ര ഏകദേശ സംബദ്ധം, ശാസ്ത്രത്തിന്റെ ഏകദേശം. ശാസ്ത്രം പല കാര്യത്തെയും പറയുന്നുണ്ട്, അതിന്റെ ഏകദേശത്തെ മാത്രം പറയത്തുള്ളൂ. ആര്? പ്രകരണം. ശാസ്ത്ര ഏകദേശ സംബദ്ധം ശാസ്ത്ര കാര്യാന്തരസ്ഥിതം. ശാസ്ത്രത്തിന്റെ ഏത് കാര്യമാണോ അത് തന്നെയായിരിക്കും നിർണയിക്കുന്നത്, പക്ഷെ ഒരു ഭാഗം മാത്രം. ആഹു പ്രകരണം നാമ, അതിനെയാണ് നമ്മൾ പ്രകരണം എന്ന് പറയുന്നത്. പ്രക്രിയ എന്നുള്ളത് വേറെയാണ്, പ്രക്രിയ ഗ്രന്ഥം വേറെയാണ്, പ്രകരണ ഗ്രന്ഥം വേറെയാണ്. ആഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിപസ്ഥിത. അപ്പൊ എന്തൊക്കെയായി? ശാസ്ത്രമായി, പ്രകരണമായി, അല്ലേ? ഇവിടെ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് നമ്മൾ. എന്താ? ഭാഷ ഒന്നുകൂടി കണ്ടു. അന്യഥ ഫലവത അഫലവതോഹോ സന്നിഹിതയോർ, അതായത് കർമ്മത്തിലും ഉപാസനയിലും വെച്ചിട്ട് ഒന്നിനു മാത്രം ഫലം പറയുകയാണെങ്കിൽ അവ തമ്മിൽ അംഗാംഗിഭാവത്തിൽ വരും. ഈ അംഗാംഗിഭാവം നമ്മൾ എവിടെ അന്വയിക്കുക? ദൃഷ്ടാന്തം ഇതുമായിട്ട് സംബന്ധിച്ചിട്ട് 33-ാമത്തെ പേജിൽ ടിപ്പണിയിൽ 11 ഒരു കാര്യം വന്നിരുന്നു. അതൊന്നും കൂടി നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ട് ഒന്നുകൂടി അതിനെ അന്വയിച്ച് മാറ്റും. അതായത് ദർശപൂർണമാസ യാഗസ്ഥലത്ത് ദർശകർമ്മമുണ്ട്, പൂർണ്ണകർമ്മമുണ്ട്. ദർശകർമ്മം എത്രണ്ണ? അമാവാസിയിൽ നടത്തേണ്ട, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രതിപദയിൽ നടത്തേണ്ട കർമ്മത്തിന് ഏതൊക്കെയാ? പേരെന്താ? ഇതിന്റെ വിശദീകരണം പറയാണ് ടിപ്പണി 5 നോക്ക്. അംഗാങ്കിത ഏവ, അംഗം പ്രധാനം, അങ്കി ഗൗണം എന്നർത്ഥം. ഇതെങ്ങനെയാ വരുന്നത്? പ്രധാനയോർഹി സഹ അനുഷ്ഠാനസ്യ സമുച്ചയ വ്യപദേശോ ദർശപൂർണമാസയോരിവ നതു അംഗാങ്കിനോർ ദർശാദി പ്രയാജാദ്യോരിവേറ്റ് അഭിപ്രായ. സ്പഷ്ടമാക്കി തരികയാണത്. പ്രധാന കർമ്മങ്ങളായിരുന്നു ഏതൊക്കെ? ദർശപൂർണമാസ യാഗസ്ഥലത്ത് ദർശവും പൂർണ്ണവും. അവ തമ്മില് സഹാനുഷ്ഠാനസ്യ സമുച്ചയ ഉപദേശോ, പ്രധാനയോർഹി സഹാനുഷ്ഠാനസ്യ സമുച്ചയ ഉപദേശം. നമ്മൾ സമുച്ചയം എന്ന് ഉദ്ദേശിച്ചത് പ്രധാന കർമ്മങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതിനെയാണ്. ഏതുപോലെ? ദർശപൂർണമാസയോരിവ. ദർശസ്ഥലത്തും പൂർണ്ണസ്ഥലത്തുമുള്ള കർമ്മങ്ങള് അവയുടെ സമുച്ചയം പറയും. അവയ്ക്ക് സമുച്ചയം അംഗയാഗമായിട്ട് പറയത്തില്ല. കാരണം അംഗം പ്രധാനമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ വിഭജിച്ചു കളഞ്ഞു. വേണമെങ്കിൽ സമുച്ചയം അംഗാംഗിഭാവങ്ങൾക്ക് പിടിച്ച് സമുച്ചയം കൊടുക്കാമായിരുന്നു. ഇവർ ചെയ്തില്ല. നമ്മൾ 11-ാമത്തെ ടിപ്പണിയിൽ 33-ാം പേജിൽ നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ട്. പ്രധാനങ്ങൾ തമ്മിലാവട്ടെ അഥവാ അംഗാംഗി ഭാവത്തിലാവട്ടെ. ചില സ്ഥലത്ത് അങ്ങനെ പറയും, പക്ഷെ ഇവര് എന്ത് ചെയ്തു? രണ്ടും രണ്ടായി കളഞ്ഞു. സമുച്ചയം നടക്കുന്നത് പ്രധാനങ്ങൾ തമ്മിലാണ്. അതായത് ഇവിടെ കർമ്മവും ഉപാസനയും പ്രധാനമായിരുന്നു കൊണ്ട് എന്തായി? സമുച്ചയം നടക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞത് ആരുടെ കാര്യമായിരുന്നു? ഭാസ്കര മതാനുസാരം അവിടെ പ്രധാനം ജ്ഞാനവും അംഗം കർമ്മവുമാണ്. അവിടെ ജ്ഞാനത്തെയാണ് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ കർമ്മോപാസനകൾ ഒന്നിച്ചു ചെയ്താൽ ഫലം കിട്ടുന്നുള്ളത് എന്താണ്? രണ്ടും പ്രധാനം തന്നെയാണ്, സമപ്രധാന ഭാവത്തിലാണ്. അതുകൊണ്ട് ദർശപൂർണമാസയാഗങ്ങളുടെ സമുച്ചയം മനസ്സിലാക്കിക്കൊള്ളുക. അവിടെ അംഗാംഗിഭാവം ഇല്ല. അംഗാംഗിഭാവം എവിടെയുള്ളത്? നതു അംഗാംഗിനോർ ദർശാദി പ്രയാജാദ്യോവും. ദർശാദി കർമ്മങ്ങളുടെ അംഗകർമ്മമാണ് പ്രയാജ അനുയാജാദി കർമ്മം. അവയെപ്പോലെ. അതുകൊണ്ട് നിങ്ങൾ 33-ലെ 11-ാമത്തെ ടിപ്പണി ഒന്ന് കാണും. ദർശാതിരിതി ആദിന പൗർണമാസിയോഹു തയോഹു സമുച്ചയാത് ദർശപൂർണമാസിയോർഹി സമുച്ചയോ അഭിപേദേ. അവിടെ പ്രയാജാദികളെ പിടിച്ച് സമുച്ചയിപ്പിക്കേണ്ട, കാരണം അംഗാംഗി ഭാവത്തിലായി പോകും. പ്രധാനങ്ങൾ തമ്മിലുള്ള സമുച്ചയമാണ് വേണ്ടത് എന്നർത്ഥം. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾ മന്ത്രത്തിലേക്ക് പോവുകയാണ്. അന്യദേവാഹു വിദ്യയാ അന്യദാഹുര വിദ്യയാ ഇത് ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷുരേ. ആർക്കും ചൊല്ലണേ ചൊല്ലാം. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം യേനസ്തദ്വിചക്ഷുരേ. അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രുമധീരാണാം യേന തദ്വിചക്ഷുരേ. അന്യദേവ ആഹുഹു.
യേ നസ് വിജചക്ഷുരേ, ആരാണോ ഞങ്ങൾക്ക് വ്യാഖ്യാനം ചെയ്തു തന്നത്, തേ എന്ന് മനസ്സിലായിക്കോളൂ. തേ ആഹുഹു, ആഹ ആഹതുഹു ആഹുഹു ബഹുവചനമാണ്. അവർ പറയുന്നു, അവരെന്താ പറയുന്നത്? വിദ്യയാ അന്യദേവ, വിദ്യ കൊണ്ട് വേറൊന്നു തന്നെ. എന്ത് ഫലം എന്ന് കൂടി ചേർത്തൂല. വിദ്യയുടെ ഫലം വേറൊന്നു തന്നെ. അതേപോലെ തന്നെ അവിദ്യയാ, അവിദ്യ ശബ്ദത്തിന് എന്തായിരിക്കും അർത്ഥം? കർമ്മ, കർമ്മം എന്നില്ല, കർമ്മ. വിദ്യാശബ്ദത്തിനോ ഉപാസന, ഉപാസനം. ठीक है. അപ്പോൾ വിദ്യ അന്യദാഹു, വിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണെന്ന് പറയുന്നു, കർമ്മം കൊണ്ടുള്ള ഫലം വേറെയാണെന്ന് പറയുന്നു. ഇതി ശുശ്രുമ, വയം ശുശ്രുമ, ഞങ്ങൾ കേട്ടു. ഏ ആചാര്യാഹ, നീ ഇനി ആയിട്ട് മുന്നിൽ അന്യം കഴിഞ്ഞു, ഇനി ഷഷ്ടിയിലല്ലേ. ഇതി ധീരാണാം വചനം വയം ശുശ്രുമ, അങ്ങനെ തന്നെ വെച്ചു. ധീരന്മാരുടെ വചനം ഞങ്ങൾ കേട്ടു. ഏ തത് വിജയചക്ഷുരെ, ആരാണോ ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നത്. ഏ നസ്തി വിജയചക്ഷുരെ, ആരാണോ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നത്. തേഷാം ധീരാണാം വചനം വയം ശുശ്രുമ, അങ്ങനെ ഇരിക്കുന്ന ധീരന്മാരുടെ വചനത്തെ ഞങ്ങൾ കേട്ടു. ഇനി നമ്മൾക്ക് ഭാഷ്യം കാണാം. അന്യദേവ ഇത്യാദി, ഇതെന്ത് ചെയ്തതാണ്? പ്രതീകം എടുത്തതാണ്, മന്ത്രം മാറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അന്യത് അർത്ഥം പറയണ പൃഥകേവ, എന്ത്? വിദ്യയാ ക്രിയതേ ഫലമിത്യാഹുർ വദന്തി, ആഹ ആഹുതു ആഹുഹു ആഹുഹു, ഇതിന്റെ വ്യാഖ്യാനമാണ് വദന്തി. വദന്തി ബഹുവചനമാണെങ്കിൽ ഏകവചനം എന്തായിരിക്കും? തതി വദതി വദതി. ठीक है, ഇത്രയും സിമ്പിൾ. വദതി, വദതഃ, വദന്തി. അപ്പോൾ അന്യത് എന്ന് പറഞ്ഞാൽ പൃഥക്, അന്യദേവ പൃഥകേവ, വേറെ തന്നെയാകുന്നു. ക്രിയതേ ഫലം ഉണ്ടാകുന്നത് ഏതിന്റെ? വിദ്യയാ, വിദ്യ കൊണ്ടുണ്ടാവുന്ന ഫലം വേറെ തന്നെയാകുന്നു. ഇതി ആഹു, ഇപ്രകാരം, ആഹു വദന്തി, ഇപ്രകാരം പറയുന്നു. ആര് എവിടെ പറഞ്ഞു? അത് പറഞ്ഞുതരാം. വിദ്യയാ ദേവലോക, ശ്രുതിയാണ് എടുത്ത് കാണിക്കുന്നത്. ശ്രുതി ആരുടെ വചന? ഋഷിമാരുടെ വചനമാണിത്. ശ്രുതി ആദ്യം അറിയുന്ന ഋഷിമാരാണ്. ആ ഋഷിമാരുടെ വചനത്തെ ഞങ്ങൾ കേട്ടു എന്ന് ഋഷിമാരുടെ വചനമാണുള്ളത്. മനസ്സിലാക്കും, ശ്രദ്ധിക്കുന്നോ? ഇത് ഋഷിമാരുടെ വചനാണോ? ഇത് മന്ത്രല്ലേ? മന്ത്രദ്രഷ്ട ഋഷിയല്ലേ? ഋഷി മന്ത്രദ്രഷ്ടാവാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരും കൃഷിക്ക് യോഗ്യനായിരിക്കുന്ന വ്യക്തികളെ പിടിച്ച് നമ്മൾ ഋഷിയാക്കാറുണ്ട്. മന്ത്രം പോയിട്ട് അങ്ങനെ എത്ര ഋഷിമാരുണ്ട്, പേരില്ല ഋഷിമാര്. അങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ നമ്മൾ വിചിത്രന്മാരില്ലേ? ഏത് മന്ത്രത്തെ അറിയുന്നത്? ഋഷി മന്ത്രദ്രഷ്ട എന്നാ പറയുന്നത്. ഋഷിയാണെങ്കിൽ മന്ത്രദ്രഷ്ടായിരിക്കണം. എന്ത് ചെയ്യും? അത് അവരുടെ തകരാറാണോ നമ്മളെ തകരാറാണോ ഇങ്ങനത്തെ ടൈറ്റിലൊക്കെ കൊടുത്ത് വിടുന്നത്? ഋഷി മന്ത്രദ്രഷ്ട. അപ്പോൾ ഇത് പറയുന്നത് കണ്ടോ? ധീരന്മാരായിരിക്കുന്ന ഋഷിമാരുടെ വചനം ഞങ്ങൾ കേട്ടു എന്ന് ആരാ പറയുന്നത്? ശ്രുതിയാണ് പറയുന്നത്. ഇതിന്റെ മിസ്റ്റേക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രശ്നം ഇവിടെ എന്താ സംഭവിക്കുന്നുള്ളത്? ഇത് വേറൊരാള് മാറി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് മന്ത്രം തന്നെയാണ് പറയുന്നത് ഋഷിമാരുടെ വചനം ഞങ്ങൾ കേട്ടു എന്നുള്ളത്. ഇത് ശരിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇതിങ്ങനെ തന്നെയാണ് മന്ത്രം. ഇങ്ങനെയുള്ള മന്ത്രത്തെയാണ് അങ്ങേര് കേട്ടിരിക്കുന്നത്. പരമ്പരയിൽ ഇങ്ങനെ തന്നെയാ വരിക അത്. അപ്പൊ ഇത് ആദ്യം ആരാ കേട്ടത്? അങ്ങനെയില്ല, ഈ മന്ത്രമേ ഇങ്ങനെയാണ് ഇതിന്റെ സ്വരൂപം. ഇത് ഇത്രയും പറയേണ്ടിയിട്ടാണ് ഇത് പരമ്പരയിലൂടെ വരുന്ന വിദ്യയാകുന്നു. അതുകൊണ്ടാണ് തത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേത് എന്ന് പറയുന്നത്. ശരിയെ, ഗുരുവിനെ ഏവാന്ന പറയണത്. അവിടെ ഗുരുവിന് വ്യാഖ്യാനം നടത്തില്ല. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന വിശേഷണം കൊടുത്തിട്ടുണ്ട്. ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠനല്ലാത്ത ഗുരുവിനെ സമീപിച്ചേക്കരുത്. ഇന്നലെ ഒരു കക്ഷി സംസാരിച്ചിരുന്നു. അതായത് ഈ സോക്കാൾ ഗുരുക്കന്മാർ എന്ത് ചെയ്യുന്നോ, കുറച്ചു നേരത്തേക്ക് നമ്മൾക്ക് കഴിവ് തരും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ജ്ഞാനിയാണെന്ന്. പിന്നെ നമ്മളത് നിലനിർത്തിയാൽ നമ്മൾ ജ്ഞാനിയാവും. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട് പരിപാടി? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ എന്തൊക്കെ കൂതർത്തരം കേൾക്കണമെന്നോ. ഖലന്മാരോട് സംസാരിക്കരുതെന്നാ. പക്ഷേ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റൂമിൽ വന്നിട്ട് സംസാരിച്ച പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ?
കൈകൂപ്പി നിന്നാൽ പോലും അതും പ്രണവ ഗണിച്ചും കൊണ്ട് ഗുരുവിന്റെ അവദാനങ്ങൾ തുടങ്ങും അന്നേരം. രക്ഷയൊന്നുമില്ല. നിങ്ങളൊക്കെ എത്ര നല്ല ജീവന്മാരെ അതൊന്നും കണ്ടു വെക്കണ്ട. ഓക്കെ, ഈ സൊസൈറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കഥ ഞാൻ വേറെ ആള് പറഞ്ഞവരുണ്ട്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലോഡ് കഥ പറഞ്ഞിരുന്നു. ഓക്കെ, ദ്വൈതി വന്നിട്ട് രാമനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ വായ അടങ്ങൂല പറഞ്ഞു, ആ മതി മതി എന്ന് പറഞ്ഞു. കുറെ കേട്ടു. ചിലർക്ക് വലിയ രസം അതൊക്കെ കേട്ടു നിൽക്കാൻ. നമ്മൾക്ക് ഈ സോക്കോൾ ഗുരുക്കന്മാരെ പൊക്കിക്കൊണ്ടിരുന്നത് 2 മിനിറ്റ് അപ്പുറം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കും. അപ്പം പറയാണ് പൃഥക്കേവ ആഹു എന്നുള്ളതാണല്ലോ വിശദീകരിച്ചത്, വിദ്യാ ദേവലോക എന്നുള്ളത്. വിദ്യ കൊണ്ട് ദേവലോകം കിട്ടുന്നു എന്ന് എന്ത് കാണുന്നുണ്ട്? കർമ്മത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഉപാസനയ്ക്ക് ദേവലോക പ്രാപ്തി ഉണ്ട് എന്ന് ഋഷിമാരുടെ വചനമുണ്ട്. നോക്ക്, ധീരന്മാരുടെ വചനം ഞങ്ങൾ കേട്ടു എന്ന് പറയുമ്പോൾ ആ വചനം ഏതാ? വിദ്യാദേവലോകാണ്. അപ്പോൾ അങ്ങനെ വചനമുണ്ട് എന്നുള്ള വചനം ഏതാ? ഈ 2 വചനവും അനാദിയായിരിക്കുന്ന വേദത്തിൻ്റെതാണ്. ഇതിൽ ആദ്യം ഏതുണ്ടായി? ആദ്യം മുന്നേ ഈ സാധനത്തിലില്ല. പക്ഷെ സ്ഥലത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേ പിന്നെ വെക്കും. അന്നപ്പോൾ ടീക്കാകാരന്മാർ പറയും ഇത് അന്വയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഇവിടെ മുന്നേ പിന്നെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് അങ്ങനെ ആദ്യം സൃഷ്ടിച്ചത് ആരെയാ? പരമാത്മാ പറയാന്ന് ഇത്രയും കാലം പഠിച്ചതല്ലേ, ഹിരണ്യഗർഭനെ. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ചേരം വിശ്രമിച്ചിട്ടുണ്ടാവില്ല. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും വലിയ ഹിരണ്യഗർഭൻ ഉണ്ടാക്കിയത്. അങ്ങനെ ക്ഷീണം മാറ്റിയ ശേഷം അങ്ങനെ എന്ത് ചെയ്തു? വിരാടിനെ സൃഷ്ടിച്ചു. വിരാട് സൃഷ്ടിക്കുകയാണെങ്കിൽ ഈ വിശ്വരൂപ ദർശന യോഗസ്ഥലത്ത് അങ്ങനെ കാണിക്കുന്ന രൂപം ഉണ്ടല്ലോ, ഇത്ര ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. ടീക്കെ, അതും കഴിഞ്ഞിട്ട് ഈ ജഗത്തൊക്കെ ഉണ്ടാക്കണ്ടേ? ഇവിടെ വെള്ളം ഉണ്ടാക്കണം. ടീക്കെ, അപ്പം ക്രമത്തിൽ ഉണ്ടാക്കിയെടുത്തായിരിക്കത്തില്ല ഇത്? അല്ല, അങ്ങേര് ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ, അപ്പൊ ഉണ്ടായി വന്നതാണിത്. പിന്നെ ചിന്തിച്ചത് കൊണ്ട് മാത്രം എവിടെയെങ്കിലും ലോകം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അതുണ്ടല്ലോ. അങ്ങേർക്ക് അതാ പറ്റുമല്ലോ. നിങ്ങളൊരു ദൃഷ്ടാന്തം പറ. ഒരു കുലാലൻ ഒരു ഘടത്തെ ഉണ്ടാക്കണമെങ്കിൽ അതിനെ ചിന്തിച്ച് ഉറപ്പിച്ച് എങ്ങനെയൊക്കെ ആയിരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ഈ രീതിയിലൊരു കഷ്ടപ്പാടെങ്കിലും വേണ്ടേ? അതും ഒരു ഘടം ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയ ജഗത്തല്ലേ. സ്വപ്നലോകത്തിലെ ലോകം സ്വപ്നലോകമാണ് ദൃഷ്ടാന്തം. സ്വപ്നലോകം എത്ര നേരം പിടിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? അതായത് തസ്യ നിശ്വസിതമേവ ഏതത് ഋഗ്വേദോ യജുർവേദ സാമവേദ, വിശ്വാസം പോലെ എന്നേ ഉള്ളത്. ഇതായത് കൽപ്പന മാത്രമാണിത്. ഇവിടെ ഒരു സാധനം അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. പിന്നെ ഉണ്ടാക്കി എന്ന് പറയുന്നതോ അത് മന്ദബുദ്ധി പ്രസംഗമാണ്. ഈ മന്ദബുദ്ധികളോട് എത്ര പറഞ്ഞാൽ ജഗത്തില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂല. എന്നാ പിന്നെ പിടിച്ചോന്ന് പറഞ്ഞിട്ടാണ് ജഗത്തിന്റെ സൃഷ്ടി പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ പല സ്ഥലത്തും പല രീതിയിലാണല്ലോ സൃഷ്ടി അവതരിപ്പിച്ചത്. ചില സ്ഥലത്ത് ആദ്യം അവഞ്ചീകൃത ഭൂതങ്ങൾ ഉണ്ടാക്കി പഞ്ചീകരിക്കും. ചില സ്ഥലത്ത് 3 ഭൂതങ്ങളേ ഉള്ളൂ. ചില സ്ഥലത്തായിരിക്കട്ടെ പ്രാണാദി സൃഷ്ടി. അപ്പൊ ഭാഷകാരൻ പറയും, ഞങ്ങൾക്ക് സൃഷ്ടിയിൽ താല്പര്യമേ ഇല്ല. സൃഷ്ടിയിൽ താല്പര്യമില്ല, പിന്നെ എന്തിനാണോ പറഞ്ഞത്? അത് നിന്നെ പോലെയുള്ള മണ്ടന്മാർക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് പറയും. അങ്ങനെ പറയുന്നില്ല കേട്ടോ, ഞാൻ കൂട്ടിച്ചേർത്താണ്. അതായത് 2 വിഭാഗമാണ്. ഈ ജഗത്തിനെ വാസ്തവെന്ന് മാനിച്ചും കൊണ്ട് ബ്രഹ്മത്തെ കുറിച്ച് ചിന്തിക്കും. നടക്കത്തില്ല. ശരി, കെട്ടിട്ട വെള്ളം തുഴയും പോലെയാണ്. സകലത്തിനെ നിഷേധിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അധിഷ്ഠാന ബ്രഹ്മാകാരത്തിൽ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു പങ്ക്തി അവിടെ ഉള്ളത്, അദ്വൈത സിദ്ധേഹേ ജഗത് മിഥ്യാത്വ ദർശന പൂർവകത്വാത്. സമ്പൂർണ്ണ ജഗത്ത് മിഥ്യ എന്ന് നിശ്ചയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു സൈഡിൽ കൂടിയെങ്കിലും ഒരു കുത്തു കൊടുക്കാൻ പറ്റുമോ? ഇത് ഇവിടെ നിന്നോട്ടെ, ബാക്കി മിഥ്യ ആയിരിക്കോട്ടെ? പറ്റൂലല്ലോ. മിഥ്യ എന്ന് പറഞ്ഞാൽ എല്ലാം മിഥ്യയാണ്. അവിടെ ഒരു വസ്തുവിന് അസ്തിത്വം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ് മുന്നേ ഉള്ള അദ്വൈത സിദ്ധിയില് ഒരു പ്രസംഗം വരുന്നുണ്ട്. അവിടെ ഒരു സൂത്രത്തെ എടുത്തിട്ട് അവതരിപ്പിക്കും. എന്നിട്ട് പറയും, ഇത് പരിണാമവാദം മാനിച്ചും കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയുകയാണ്. യഥാർത്ഥത്തിൽ തദനിമിത്തമാരംഭണ ശബ്ദാദിഭ്യ എന്നുള്ള സൂത്രത്തിലൂടെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉത്തരവില്ല. അതുകൊണ്ട് തന്നെ തദനിമിത്തമാരംഭണ ശബ്ദാദിഭ്യ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നല്ല പാടാ. ശരിയേ? ചിലരുണ്ടല്ലോ, ചാണക്യം പറഞ്ഞിട്ടില്ലേ, പഠിപ്പിച്ച് അങ്ങ് പഠിച്ചോളാന്ന് എന്ന് വിചാരിച്ചിട്ട് ചിലര് ഈ പാരായണത്തിന്റെ ഇടയിൽ കൂടെ ഇതും അടിച്ചുവിടാൻ ശ്രമിക്കും. നടക്കൂല മക്കളെ. ശരിയേ? അത് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ പഠിച്ചെടുക്കണം. എന്ന് പറഞ്ഞാല്
ആ ഉപനിഷത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഹയർ ടെക്സ്റ്റിലൂടെയൊക്കെ മനസ്സിലാക്കി എടുത്തെങ്കിൽ മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ ഒരാൾക്ക്. അപ്പോൾ പരമ്പരയിലുള്ള ആൾ, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുന്നേയും പറഞ്ഞത്, രാമകൃഷ്ണ മിഷനിലെ ഒരു സന്യാസി മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ ന്യായയുക്ത വേദാന്തം പഠിക്കുക. ഇനി നിങ്ങൾക്ക് ന്യായം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ന്യായം അറിയുന്ന ആചാര്യൻ വേദാന്തം പഠിപ്പിക്കുന്നവർ അത് പഠിക്കുക, സാധാരണ വേദാന്തം പോയി പഠിക്കാതെ എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? രണ്ടുപേരുടെയും അവഗാഹനം ഭിന്ന ഭിന്നമാകുന്നു, അതുകൊണ്ടാണ്. എന്നപ്പോൾ ചിലർ പറയും സമദർശനമേ ഉള്ളൂ, സമവർത്തനമില്ല. ഉദാഹരണം പറയും, പട്ടിയിലും ജീവനിലും ഒരേ ആത്മാവായിട്ട് പട്ടി കഴിക്കുന്ന പ്ലേറ്റിൽ ആരും ഭക്ഷണം കഴിക്കാറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ജാതിപരമായിരിക്കുന്ന ഭേദം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് ബ്രഹ്മത്തെ ചിന്തിച്ചാല് ബ്രഹ്മം ചാടി വരും. പക്ഷെ നിങ്ങളുടെ ബൃഹദാരണ്യക ശ്രുതി പറയുന്നത് യോ അന്യത്ര ആത്മന ബ്രഹ്മഭേദ ബ്രഹ്മത പരാധാതന. അതായത് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ എന്നിങ്ങനെ ബുദ്ധിയോടുകൂടി നിന്നാൽ നിങ്ങൾക്ക് ആ ബ്രഹ്മബുദ്ധിയല്ല, ഇത് അസ്തിത്വം ഉള്ള ജാത്യസ്തിത്വത്തോടുകൂടി ആണ് പെണ്ണ് ദേശബോധത്തോടുകൂടി നിന്നാൽ അവിടെ ബ്രഹ്മഭിന്നമായിരിക്കുന്ന ഒരു അസ്തിത്വത്തിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട്, അതായത് ജഗത് മിഥ്യാത്വം നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളതിനാൽ, ജഗത് മിഥ്യാദർശന പൂർവകത്വാദ് എന്നല്ലേ പറഞ്ഞത് അദ്വൈത ബോധം, ആ അദ്വൈത ബോധം സംഭവിക്കത്തില്ല. സിമ്പിൾ, വളരെ സിമ്പിൾ സാധനം. പക്ഷെ അപ്പോൾ പോലും ഹൈപ്പ് കിട്ടാൻ വേണ്ട എല്ലാ സാധനവും നമ്മൾ ഉപയോഗിക്കും. അത് വടിയെങ്കിൽ വടി, ടീക്കേ. അതായത് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാണ്, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, എൻ്റെ അടുത്ത് കളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചില പേര് തന്നെ അങ്ങനെ തന്നെയല്ലേ, ടീക്കേ. ചരണതീർത്ഥം കുടിപ്പിക്കുന്ന പേരായിരിക്കും, അത് അവർ ചരണതീർത്ഥം കുടിപ്പിച്ച് നടക്കുകയും ചെയ്യും. എടുക്കുന്ന എന്തായിരിക്കും? അദ്വൈത വേദാന്തമായിരിക്കും. അദ്വൈത വേദാന്തത്തിൽ ജഗത്തിന് എന്തെങ്കിലും സത്ത ഉണ്ടോ? നിങ്ങളുടെ അദ്വൈതയില് ഒരു ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ ഈ ജഗത്തിനെ നിഷേധിക്കുന്നു, സ്വരൂപേണ നിഷേധിക്കുകയാണോ അല്ല അന്യധർമ്മ വിശിഷ്ടമായിട്ട് നിഷേധിക്കുകയാണോ? രണ്ടും ശരിയാണ്. ആദ്യത്തേതാണ് നല്ല ശരി, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട്, ഉദാഹരണത്തിന് കയറിൽ കാണുന്ന സർപ്പം ഏത് സർപ്പത്തെ നിഷേധിക്കും? കാണുന്ന സർപ്പത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണൽ എന്നുള്ള സംഭവം ഇവിടെ എങ്ങനെ നടന്നു? മനസ്സിലായോ? കാണുന്ന സർപ്പത്തെ നിഷേധിച്ചാൽ കാണുക എന്നുള്ളൊരു സംഭവം നടന്നില്ലേ എവിടെ? കാര്യം അത് നടന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ കാണുന്ന സർപ്പത്തെ നിഷേധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ടത് വ്യാവഹാരിക സർപ്പത്തെ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ പേടിച്ചത്. അതിനെ നിഷേധിക്കാതെ കണ്ട സർപ്പത്തെ നിഷേധിക്കുന്നില്ല. കണ്ടത് അവിടെ പ്രാതിഭാസികമാണ്. പ്രാതിഭാസിക സർപ്പത്തെ നമ്മൾ കണ്ടത്. നമ്മൾ നിഷേധിക്കുന്നത് എന്താ? വ്യാവഹാരിക സർപ്പത്തെ. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? കണ്ടതിനെ നിഷേധിക്കുന്നില്ല. കണ്ടത് പ്രാതിഭാസിക സർപ്പമായിരുന്നു, അത് നിഷേധിക്കപ്പെടില്ല. അതിലെ വ്യാവഹാരികത്വം നിഷേധിക്കുമ്പോൾ വ്യാവഹാരികത്വ ധർമ്മവിശിഷ്ട സർപ്പത്തെ നിഷേധിച്ചു. കയ്യടി രസം പരിപാടി. അതേപോലെ തന്നെ ഈ ജഗത്തിനെ നിഷേധിക്കുമ്പോൾ ഈ വ്യാവഹാരിക ജഗത്തിനെ നിഷേധിക്കത്തില്ല, പാരമാർത്ഥികത്വം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാല് ജഗത്തിലെ പാരമാർത്ഥികത്വം നഷ്ടപ്പെടുത്തി തരും, വ്യാവഹാരികത്വം അങ്ങനെ തന്നെ നിൽക്കും. എന്ത് രസമുണ്ടല്ലേ? ഇതിന് ഹാ എന്ന് പറയുന്നതാണ് വേദാന്തികളിൽ 99%. ഇതേ മനസ്സിലാകത്തുള്ളൂ. അടുത്ത സ്റ്റെപ്പ് അങ്ങനെ മനസ്സിലാവൂല. അടുത്ത സ്റ്റെപ്പിൽ തിരിച്ചു ചോദിക്കും, നിങ്ങൾ ദൃഷ്ടാന്തത്തിൽ എന്താ പറഞ്ഞത്? കണ്ട പ്രാതിഭാസിക സർപ്പം അവിടെ ഇരിക്കും അല്ലേ? കാണാത്ത സർപ്പത്തെ നിങ്ങൾ നിഷേധിക്കും. അത് കൊള്ളാലോ. കാണാത്ത നിങ്ങൾ അവിടെ വ്യാവഹാരിക സർപ്പത്തെ കണ്ടോ? ഇല്ലല്ലോ. പിന്നെ കാണാത്തതിനെ എങ്ങനെ നിഷേധിക്കാൻ പോയി? കണ്ട സർപ്പത്തെ നിഷേധിച്ചാലല്ലേ അത് മിഥ്യയാകത്തുള്ളൂ. പ്രതിപന്ന ഉപാധി ത്രൈകാലിക നിഷേധ പ്രതിയോഗിതം എന്ന് പറഞ്ഞാൽ ജ്ഞാതാധികരണ എന്നാ. ജ്ഞാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതിന്റെ ജ്ഞാനാണോ ഉണ്ടായത് അതിനെ തന്നെ നിഷേധിച്ചാലേ മിഥ്യയാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജഗത്തിന് എന്താ അസ്തിത്വം ഉണ്ടാവും? ഒരു അസ്തിത്വം ഉണ്ടാകത്തില്ല. ഇത് മനസ്സിലാക്കാൻ പാടാണ്. നിങ്ങൾക്ക് പെരിഫറൽ ആയിട്ട് മനസ്സിലാവുന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അടുത്ത് എത്ര ചോദ്യം വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം. അല്ലാതെ ഈ സ്പോഞ്ച് പോലെ ഈ സാധനം എടുത്തു വെക്കുന്നതിന് വലിയ പണിയൊന്നുമില്ല. മനസ്സിലായോ? സ്പോഞ്ചിനെ ഇവിടുന്ന് വെള്ളം എടുക്കാം, വേറെ സ്ഥലത്തേക്ക് ഒഴിക്കാം, തനിക്കൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇതേ രീതിയിലും പഠിക്കാം. അത് അടുത്ത ചോദ്യം വന്നാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് പറയാ, ഉപാസന നമ്മൾ ബുദ്ധനെ കണ്ടുപിടിക്കണം. കാരണം തന്റെ ശാസ്ത്രം അറിയത്തില്ല, ഭൗതികശാസ്ത്രം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നന്നായിട്ട് പൊളിറ്റിക്സ് കളിക്കാൻ അറിയാം, ഒരു കാര്യമില്ല എന്നർത്ഥം. ശാസ്ത്രത്തിൽ ഒരു അവകാശം ഇല്ലാതെ. സ്വാമിജി ജഗന്മിഥ്യ എന്ന് പറയുന്നുണ്ടല്ലോ, ജഗന്മിഥ്യ എന്ന് ആണല്ലോ.
അപ്പൊ ശരിക്കും വാസ്തവത്തിൽ എന്താ ജഗത്ത് എന്താന്ന് ജഗത്ത് മിഥ്യയാണെങ്കിൽ പിന്നെ ഇപ്പൊ കാണുന്ന വ്യാവഹാരിക ജഗത്ത് എന്താ അങ്ങനെയാണെങ്കിൽ? മിഥ്യയാണെങ്കിൽ പിന്നെ എങ്ങനെ കാണുന്നു എന്നാണോ ചോദ്യം? അതെ, കയറിലെ സർപ്പം മിഥ്യയാണോ? അത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പഠിച്ചാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതിന്റെ ഒരു ട്രാക്ക് ഉണ്ട്. ഇവര് ട്രാക്കിലേക്ക്, അതാണ് ന്യായം പഠിപ്പിക്കുന്നത്. അതിനാ ആ ട്രാക്കിൽ കൊണ്ടുപോയിട്ട് ശീലമാവും. അതിൽ ചിന്തിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. അതാണ് ന്യായം പഠിക്കണം എന്ന് പറയുന്നത്. തിങ്കിങ് പാറ്റേൺ ലോകത്തിലുള്ള പാറ്റേൺ അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഏകദേശം മാത്രം പിടികിട്ടത്തുള്ളൂ. എങ്ങനെയൊക്കെയോ ഒരു കൂട്ടി വെക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ന്യായമില്ലെങ്കിൽ വേദാന്തം മനസ്സിലാവില്ല എന്ന് പറയുന്നത്. ഹൈപ്പടിക്കേണ്ടിട്ടല്ലത്, അത് കെട്ടിവെച്ചിരിക്കുന്ന മൊത്തം ന്യായത്തിലാണ്. അത് എന്താ പറയുക, അവരുടെ ബുദ്ധി തലം കൊണ്ടുപോയതെല്ലാം ന്യായത്തിലൂടെയാണ്. അപ്പൊ നിങ്ങൾ പറയും ഭാഷകാരൻ ന്യായം ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഭാഷകാരന്റെ ന്യായം കാണണമെങ്കിൽ നിങ്ങൾ ബൃഹദാരണ്യകത്തിന്റെ 2-ാം അധ്യായത്തിൽ അഭാവത്തെ കുറിച്ച് പറയുന്ന ഏരിയ ഒന്ന് എടുത്തു. നൈയായികൻ നിന്നുമുള്ളൂ അജ്ജാതി പോക്കാ പോയത്. അത്രയ്ക്കും ടെറിഫിക് ഏരിയ ആണ്. എന്നാൽ അത്രയും ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. ആ കാലത്തിലെ എലൈറ്റ് ടീമിന്റെ കയ്യിൽ മാത്രമായിരുന്നു വേദാന്തം. ഈ സാഹിത്യം, യോഗം എന്നൊക്കെ ഉള്ളത് ആരും എടുത്ത് കളിക്കും, വേദാന്തം ആരും എടുത്ത് കളിക്കത്തില്ല. ഇന്നും നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ഉള്ളുകളി അറിയാമെന്ന് അന്വേഷിച്ചു നോക്കുക. അന്നേരം അറിയാം എത്ര പേര് ഇതിനെ അന്വേഷിച്ച് മനസ്സിലാക്കിപ്പിക്കാൻ സാമർഥ്യം ഉണ്ടെന്നുള്ളത്. നടക്കൂല, അത്രയും പാടാ. അതുകൊണ്ടാണ് പറഞ്ഞത് ലേൺ ഫ്രം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും അറിയുന്ന നല്ല ടെക്സ്റ്റുകൾ കൈകാര്യം ചെയ്ത ആൾക്കാരുടെ അടുത്ത് കേട്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മള് കൺവിൻസ് ആവണ്ടേ ഓക്കെ ഇത് ശരിയാന്നുള്ളത്. അവിടെ പോലും എത്താൻ ആ സ്ഥലം വരെ നമ്മൾക്ക് സംശയത്തിന്റെ പക്കത്ത് സംശയമാണ്. അന്നപ്പോൾ ഉത്തരം പറയുന്നത് ആ രീതിയിൽ പിടിക്കുക. എപ്രകാരം കയറിലെ സർപ്പം മിഥ്യയായിട്ടും കാണാമോ, ഇനി നിങ്ങൾ അതിന്റെ അസ്തിത്വം തരയും. ആ കയറിലെ സർപ്പം വാസ്തവത്തിൽ എന്തായിരുന്നു? കയറിന്റെ, അതായത് ജഗത്ത് വാസ്തവത്തിൽ സൃഷ്ടിച്ചപ്പോൾ അവിടെ കാര്യകാരണ ഭാവം മാനിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? അല്ല, ഒരു സാധനം ഉണ്ടായിരുന്നില്ല, കയറുണ്ടായിരുന്നില്ല. അത് തെറ്റിദ്ധരിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതിനെ തെറ്റിദ്ധരിക്കാൻ അജ്ഞാനം കൊണ്ട് സർപ്പം കാണപ്പെടുകയാണ്. അപ്പൊ ഇപ്പൊ കയറെന്ന് പറഞ്ഞ സാധനം ഉണ്ട്, മറ്റേ അജ്ഞാനം കൊണ്ട് സർപ്പമാണെന്ന് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ജഗൻ മിഥ്യ എന്ന് പറഞ്ഞാൽ അതിന് ബദലായിട്ടുള്ള എന്താ സാധനം ഉള്ളത്? അതിനോ സമാധാനമൊന്നുമില്ല. ദാഷ്ടാന്തിക സ്ഥലത്ത് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതിന്റെ അധിഷ്ഠാനമാണ് അഹം ആയിരിക്കുന്ന ചേതനൻ എന്ന് പറഞ്ഞാൽ ആരാണോ ദ്രഷ്ട അവൻ സൃഷ്ടിച്ചെടുത്താണ് ഈ ജഗത്ത് മൊത്തം, ഏതുപോലെ സ്വപ്നം പോലെ. അതിന് സമാനമാണ് ഈ കാണുന്ന ജഗത്ത് മൊത്തം. ठीक, ഏകജീവവാദം വരട്ടെ, അന്നേരം മനസ്സിലാവും ഈശ്വരൻ പോലും ജീവൻ സൃഷ്ടിക്കുന്നതാണ്. അല്ലാണ്ട് വാസ്തവത്തിൽ അതൊക്കെ മനസ്സിലായാലും നമ്മൾക്ക് മിഥ്യ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് ആദ്യം ആ രീതിയിൽ ഉത്തരം പറയാം. അധിഷ്ഠാന ബ്രഹ്മത്തിൽ കൽപ്പിതമാണ് ജഗത്ത്. ഏതിനാൽ? അജ്ഞാനത്താൽ. ആരുടെ അജ്ഞാനം? തന്റെ അജ്ഞാനം. താനാരാ? ബ്രഹ്മം. കൽപ്പിച്ചതാരാ? ബ്രഹ്മം. എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. അജ്ഞാനം എവിടെയാ? ആ ബ്രഹ്മത്തില്. താനാരാ? ഞാനായിരിക്കുന്ന ബ്രഹ്മമാണത്. ഞാനായിരിക്കുന്ന ബ്രഹ്മത്തിൽ എന്നോട് അജ്ഞാനം കൊണ്ട് ഞാൻ കൽപ്പിച്ചിരിക്കുന്ന ജഗത്ത്, ഞാൻ ശാസ്ത്രജന്യ ബുദ്ധിയിലൂടെ അജ്ഞാനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ജഗത്ത് നിൽക്കത്തില്ല. ഈ അവിദ്യ എന്ന് പറയുന്ന സാധനം എന്താ? ബ്രഹ്മത്തിന്റെ സാധനമാണ്. നോക്കി, അറിവില്ലായ്മ എന്നുള്ള അജ്ഞാനമാണ് ഈ ജഗത്ത് മൊത്തം ഉണ്ടാക്കി തന്നത്. അപ്പൊ അത് കളിമണ്ണ് പോലൊരു വസ്തുവാണോ ഉരുട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്തുണ്ടാക്കാൻ? അല്ല. മനസ്സിലായോ? കയറിന്റെ അജ്ഞാനം അതെന്തായിരുന്നു? സർപ്പാകാരത്തിൽ മാറി. അപ്പൊ കയറിന്റെ അജ്ഞാനവും സർപ്പവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? മനസ്സിലായോ? കയറിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. കയറാണ് ഒരു വസ്തു, കയറിന്റെ അജ്ഞാനത്തെ വസ്തുവായിട്ട് കൽപ്പിക്കുകയാണ്. അവിടെ ഉള്ളത് കയറല്ലേ? കയറിന്റെ അജ്ഞാനം എന്ന് പറഞ്ഞ വസ്തു ഉണ്ടായിരുന്നെങ്കിൽ സർപ്പം എപ്പോഴും അവിടെ ഉണ്ടായേനെ. പിടികിട്ടിയോ? ഇപ്പൊ ഇത് പിടികിട്ടിയോ? കയറിനെ പോലെ തന്നെ കയറിന്റെ അജ്ഞാനം ഒരു വസ്തുവായിരുന്നെങ്കിൽ സർപ്പം എപ്പോഴും അവിടെ ഉണ്ടായേനെ. സർപ്പം അറിവോടുകൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതിനാൽ ആ സർപ്പത്തിന്റെ കാരണമായിരിക്കുന്ന അജ്ഞാനം ഒരു വാസ്തവ വസ്തുവേ അല്ല. മനസ്സിലായോ? അപ്പോൾ വാസ്തവത്തിൽ യദാസത് ഭാസമാനം തദ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാതിട്ടും ഭാസിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാണ്. അത് ഈ ജഗത്ത് മാത്രമല്ല, അവിദ്യയും അങ്ങനെ തന്നെയാണ്. മിഥ്യാത്വത്തിന്റെ ലക്ഷണം ജഗത്തിൽ പോകുന്നത് പോലെ അവിദ്യയിലും പോകും. ഓക്കെ. അപ്പോൾ യദാസത് ഭാസമാനം ജഗത്ത് മിഥ്യ, യദാസത് ഭാസമാനം അവിദ്യ മിഥ്യ. മിഥ്യാജ്ഞാനം എന്നാണ് പ്രയോഗം നടത്തുക. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ മൃംഘടഹ എന്ന് പ്രയോഗം നടത്തുക. അതിന്റെ അർത്ഥം എന്താ? മൃത്തായിരിക്കുന്ന ഘടം എന്നാണ്. അപ്പോൾ എന്താണ് മിഥ്യ എന്നുള്ളത്? മിഥ്യാജ്ഞാനം
ठीक है. അജ്ഞാനം എന്നുള്ളത് മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? മിഥ്യാസ്വരൂപമായിരിക്കുന്ന അജ്ഞാനം എന്നാണ്. ഇതൊക്കെ നിങ്ങൾ പഞ്ചവാദികളിലൂടെ ഇനി നല്ല ഡീറ്റെയിൽ കാണാൻ പോകുന്നു. ഇതിന് താഴെ ചെറിയ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെന്ത് എന്തിനായിരുന്നു. തുടക്കകാലത്ത് ഈ ഐഡിയ ഒന്നും മനസ്സിലാവില്ല. കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാച്ചാൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവര് സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത വസ്തു തന്നെയാണ് അവിദ്യ പോലും. മിഥ്യാജ്ഞാനം എന്നാണ് അവിദ്യയെ പറയുന്നത്. അജ്ഞാനത്തെ മിഥ്യാജ്ഞാനം എന്നാ പറയാ. അപ്പൊ അജ്ഞാനത്തിന് അസ്തിത്വം ഉണ്ടോ? ഇല്ല. ഇല്ലാത്തൊരു വസ്തുവിൽ നിന്നാണ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഈ ജഗത്ത് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പറ. ജഗത്തിന് നമുക്ക് ഉണ്ടെന്ന് തോന്നാറുണ്ട്. പക്ഷെ ജഗത്തിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ട്. കൂടസ്ഥനെ അറിയോ താങ്കൾക്ക്? ഇല്ല. അപ്പൊ കൂടസ്ഥന്റെ അജ്ഞാനം ഇല്ലേ? അജ്ഞാനാണ്. കൂടസ്ഥന്റെ അജ്ഞാനം ഇപ്പൊ ഉണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അജ്ഞാനം ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലാഞ്ഞിട്ടും ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് അതിനെ എന്ത് വിളിക്കും? മിഥ്യ എന്ന് വിളിക്കും. അപ്പോൾ ഇല്ലാത്ത, ഒരിക്കലും ഇല്ലാത്തൊരു വസ്തുവായിരിക്കുന്ന അവിദ്യയിൽ നിന്ന് ഉള്ളതുപോലെ തോന്നുന്ന ഒരു ജഗത്തിനുണ്ടാക്കി. അതിന്റെ കാരണവും ഉള്ളതുപോലെ തോന്നുന്ന അവിദ്യ മാത്രമാണ്. ഇതൊന്നും തന്നെ ഇരിക്കത്തില്ല, അധിഷ്ഠാനം മാത്രം അവശേഷിക്കും. ഈ രീതിയിൽ നിങ്ങൾ ജഗത്തിനെ നിഷേധിച്ചിട്ട് ബ്രഹ്മബുദ്ധി ഉണ്ടാക്കുകയാണെങ്കിൽ അത് സത്യമസ്തി. ഇഹ ചേത് അവേദീത് അത് സത്യമസ്തി, നചേത് അവേദീത് മഹതോ വിനഷ്ടി. പിന്നെന്താ മുന്നോട്ട്? ഭൂതേഷു വിജിത്യധീരാഹ, ഭൂതേഷു വിജിത്യധീരാഹ മുച്ഛന്തേന്നും അവസാനം വരും. ടീക്കെ എന്ന് തോന്നുന്നു. ഇത് എവിടെയാ? കേനത്തിലെ മന്ത്രമാണ്. കേനോപനിഷത്ത് എന്നുള്ളത് നമ്മുടെ അദ്വൈത സിദ്ധിയുടെ ഒക്കെ ചെറിയൊരു അനുജനായിട്ട് വരും. ടീക്കെ വിദ്യ ദേവലോക, വിദ്യ കൊണ്ട് ദേവലോകമാണ് എന്ന് കർമ്മത്തിന്റെ ഫലത്തേക്കാൾ വിലക്ഷണമായിട്ട് വിദ്യയുടെ ഫലം പറഞ്ഞിട്ടുണ്ട്. വിദ്യ തദാരോഹം നീതി ശ്രുതേഹേ, വിദ്യ കൊണ്ടാണ് ഹിരണഗർഭലോകത്തിലേക്ക് ആരോഹം ചെയ്യുന്നത് എന്ന് ഫലം പറയുന്നുണ്ട്. അടുത്തത് പറയാണ് അന്യദാഹുര വിദ്യ, അവിദ്യ കൊണ്ട് വിദ്യാഫലത്തിൽ ഭിന്നമായിരിക്കുന്ന ഫലം പറയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ? കർമ്മണ ക്രിയത്തെ, കർമ്മണ അന്യത് കർമ്മണ കൃത്യ അന്യദാഹുര അവിദ്യ. വിദ്യ എന്നുള്ളതിന് അർത്ഥം പറയാണ് കർമ്മണ ക്രിയത്തെ, കർമ്മം കൊണ്ട് അന്യഫലമാണ് ഉണ്ടാകുന്നത്. ഇതെവിടെ കേട്ടു? കർമ്മണ പിതൃലോക ഇത് ശ്രുതേഹ, ബൃഹദാരണ്യകത്തില്. കർമ്മം കൊണ്ട് പിതൃലോക പ്രാപ്തി ഉണ്ടാകുന്നുണ്ട് എന്ന് വിദ്യാഫലത്തിൽ നിന്നും ഭിന്നമായിട്ട് കർമ്മത്തിന്റെ ഫലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറ്റി? ഇപ്രകാരം ആദ്യം നിഷേധിക്കുകയും പിന്നെ ഓരോന്നിന്റെ ഫലവും ഭിന്ന ഭിന്നമായിട്ട് ബൃഹദാരണ്യക ശ്രുതിയിൽ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യണം? സമുച്ചയം നടത്തി ചെയ്യണം എന്നുള്ള സിദ്ധാന്തം വരുന്നു. ഇത്യേവം ശുശ്രുമ, ശുശ്രുമയ്ക്ക് അർത്ഥം പറയാണ് ശ്രുതവന്തോ. ആര്? വയം. ശുശ്രുമയുടെ കർത്താവാണ് വയം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നോം കേട്ടിട്ടുണ്ട്. എന്ത്? ധീരാണ, ധീരന്മാരെന്ന് ഉദ്ദേശിച്ചത് ബുദ്ധിമാന്മാരെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ധീമതാം കിം വചനം, ബുദ്ധിമാന്മാരുടെ ആചാര്യന്മാരുടെ വചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ടിപ്പണി 6 കാണു. കേത് ധീമന്തഹ, ഈ ധീമാൻ ബുദ്ധിമാന്മാർ ആരാണ്? അതാഹ, അതിന് ഉത്തരം പറയാണ് ഭാഷ്യത്തില്. ഈ ആചാര്യാഹ, യാതൊരു ആചാര്യന്മാരാണോ, നോ, നോൻ എന്താർത്ഥം? അസ്മഭ്യം, ഞങ്ങൾക്കായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഏതിനെ? കർമ്മജ ജ്ഞാനഞ്ച വിചചക്ഷരേ വ്യാഖ്യാതമന്തസ്, ആ കർമ്മത്തെയും ജ്ഞാനത്തെയും വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. ആര്? ആചാര്യന്മാർ, പൂർവ്വ ഋഷികമാര് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. തേഷാം ആഗമഹ, ടിപ്പണി 7 നോക്കിയേ. തേഷാഞ്ച തദ്വ്യാഖ്യാനം ന ആത്മകൽപ്പനയായിത്യാഹ, അവരുടെ വ്യാഖ്യാനമാണ്, അല്ലാതെ എന്റെ കൽപ്പനയൊന്നും അല്ല എന്നാണ് പറയുന്നത്. തേഷാമയമാഗമഹ, ഇത് അവരുടെ ആഗമത്തിനർത്ഥം പറയുന്ന ഉപദേശം, ഇത് അവരുടെ ഉപദേശമാകുന്നു എന്ന് പറഞ്ഞാല് പാരമ്പര്യാഗതഹിത്യർത്ഥ, പരമ്പരയിലൂടെ വന്നിരിക്കുന്നതാണിത്. ഇത് ഇവർക്ക് കിട്ടിയപ്പോഴാണ് പറയുന്നത് അല്ല, ഈ മന്ത്രം തന്നെ ഇങ്ങനെയാണ്, പരമ്പരയിലൂടെ വന്നിരിക്കുന്നു എന്ന് പറയും. ടിപ്പണി 9 കാണും. പാരമ്പര്യാഗതൈതി ആചാര്യ പരമ്പരാ പ്രാപ്ത ഹിത്യർത്ഥ, ജ്ഞാനുണ്ടാകുന്നതേ ആചാര്യ പരമ്പരയിലൂടെ വിദ്യ ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെയല്ല? അനാചാര്യന്മാരിൽ നിന്നല്ലെന്നർത്ഥം. ശാസ്ത്രബോധം ഉള്ള ആചാര്യൽ നിന്ന് കേട്ടിട്ടാണ്
അന്യർക്ക് ബോധമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആചാര്യന്മാരെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒരു ആചാര്യ പരമ്പരയാണ്. ഗുരു ഇവിടെ ആചാര്യനാണ്. എന്താണ് നിങ്ങൾക്ക് വേറെ മന്ത്രമില്ലേ? ആചാര്യ ദേവ വിദിത വിദ്യ വിദ്യ സാദിഷ്ടം പ്രാപത്. ആചാര്യയിൽ നിന്ന് കേട്ട വിദ്യ മാത്രമേ ഫലത്തെ നൽകത്തുള്ളൂ. പിന്നെന്താ ഉള്ളത് ചാന്തോക്യത്തില്? ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം യാവന വിമോക്ഷാദ സത്സംബസ്യേ ആചാര്യ അസ്യ അസ്മിൻ അസ്തി ആചാര്യവാൻ. ആചാര്യവതി എന്നും പറഞ്ഞു സ്ത്രീയാവുന്ന സമയത്ത്. ആചാര്യവാൻ പുരുഷോ വേദ, പുരുഷന് ഗുരുവായിട്ട് ഗുരുവായിട്ട് ആചാര്യനായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശാസ്ത്രാഭ്യാസിയാണ് ഇരിക്കുന്നത്, ശാസ്ത്രബോധമുള്ളവനാണ് ഇരിക്കുന്നത്. അപ്പം ആചാര്യനിൽ നിന്ന് എന്താണ് മന്ത്രം ഏതാണ്? ആചാര്യവാൻ പുരുഷോ വേദ, ആചാര്യമുള്ള പുരുഷനാണ് ബ്രഹ്മത്തെ അറിയുന്നത്. എന്നിട്ട് അവനോ തസ്യ താവതേവ ചിരം യാവന്ന വിമോക്ഷേ, ഈ വിദേഹ കൈവല്യം പ്രാപിക്കുന്ന സമയം വരെ അവൻ പ്രാരബ്ധാനുസാരം ഈ ശരീരത്തിൽ ഇവിടെ വ്യവഹരിച്ചിരിക്കും. അത സത്സംബസ്യേ, ശരീരം വീണ് കഴിഞ്ഞാൽ ബ്രഹ്മമായിട്ട് ഏകത്വം പ്രാപിക്കും. നമ്മൾ ഇതിന് മുന്നൊരു കാര്യം പറഞ്ഞു, ഇതിനെക്കുറിച്ച്, ഈ ജഗത്തിനെ കുറിച്ച് അല്ലേ? അപ്പൊ പറഞ്ഞു ജഗത്തിന് പ്രളയം സംഭവിക്കുന്നു. വാസ്തവത്തിൽ ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ജഗത്തിന്റെ പ്രളയം നമ്മൾക്ക് സൂത്രത്തിൽ പറയും വിപരേണത്തു ക്രമഹ എന്ന് പറയും. സൃഷ്ടിക്ക് വിപരീതമായിട്ടിരിക്കുന്ന ക്രമത്തിലാണ് പ്രളയം സംഭവിക്കുക. വാസ്തവത്തിൽ സൃഷ്ടി നടന്നിട്ടുണ്ടോ? പിന്നെ ഇവിടുന്ന് പ്രളയം ഉണ്ടാവുക? അപ്പോൾ സൃഷ്ടി പ്രകരണം എപ്രകാരം മന്ദബുദ്ധി പ്രകരണമാണോ, ഇതേപോലെ പ്രളയപ്രകരണവും മന്ദബുദ്ധി പ്രകരണമാണ്. ഇതെന്തിനാ? അധിഷ്ഠാനം ബ്രഹ്മത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ആ ബ്രഹ്മത്തിൽ എപ്പോഴാണ് ജഗത്തുണ്ടായത്? ഒരു കാലത്തും ഇല്ലായിരുന്നു. ഒരു കാലത്തും ജഗത്തില്ല എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധ്യാരോപ അപവാദ ന്യായത്തെ കൊണ്ടുവന്നിട്ട് അധ്യാരോപമായിരിക്കുന്ന ജഗസൃഷ്ടിയെയും, അപവാദം എങ്ങനെ വരും? തിരിച്ചു പോക്കല്ല അപവാദം. അപവാദം ഇതിനെ മിഥ്യാത്വനെ നിശ്ചയിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മിഥ്യാത്വന ജഗത്ത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ജഗത്ത് ഒരിക്കലും ഇരിക്കത്തില്ല. ആയ സ്ഥിതിക്ക് ഇനി ഇരിക്കത്തില്ലെങ്കിൽ പിന്നെ സൃഷ്ടി എവിടെ നിന്നുണ്ടായി? സൃഷ്ടി ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അപ്പൊ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യയോ? അങ്ങനെ ഒരു അവിദ്യ എവിടെ ഇല്ലായിരുന്നു. മലയാളത്തിൽ ഒരു ഗ്രന്ഥത്തിലെ ജ്ഞാനികൾക്കും ചിലപ്പോൾ ജഗത് ഭ്രമ അനുഭവപ്പെട്ടേക്കാം എന്ന് ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് അദ്വൈത ചിന്താ പദ്ധതിയിലാണോ. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ടേ ജ്ഞാനിക്കും ഭ്രമിക്കാം, രാമൻ പണ്ട് സീതയെ നഷ്ടപ്പെട്ടപ്പോൾ നിലവിളിച്ച് നെഞ്ചതടിച്ചിട്ടില്ലേ എന്നൊക്കെ പറയും. നമ്മൾക്ക് കാര്യം മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ ഒരു ഭ്രമം ഒരിക്കലും സംഭവിക്കത്തില്ല. ആ പദം ശരിയല്ല. ഭ്രമമാണ് എന്നാണെങ്കിൽ ഞാനത് കണ്ടിട്ടേ 10-26 വർഷം മുന്നേ കണ്ടതാണ്. ഒരിക്കലും ഭ്രമം പിന്നെ സംഭവിക്കത്തില്ല. ഉദാഹരണം പറയാൻ പറ്റുമോ? ജ്ഞാനിക്ക് ഭ്രമമില്ലാതെ ജഗത്ത് കാണാമെന്നുള്ളതിന്? സ്വാമിജി, ജ്ഞാനിക്ക് ജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നെ ജഗത്തില് കർമ്മം ഒന്നുമില്ലല്ലോ. ജഗത്ത് കാണാൻ പറ്റും, വ്യവഹരിക്കാൻ പറ്റും, നമ്മളെ വ്യവഹരിക്കാൻ പറ്റും ആയിരിക്കും. എന്തുകൊണ്ടാണ് ദൃഷ്ടാന്തമാണ് ചോദിച്ചു വെച്ചത്? ജ്ഞാനിയുടെ അനുഭവത്തിനനുസരിച്ച് ഇവിടെ ദൃഷ്ടാന്തമുണ്ട്. അത് ഏതാണെന്നാ ചോദ്യം. സ്ഫടികത്തിലെ രക്തി ഉണ്ടല്ലോ, അവിടെ ഇല്ലാഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പൊ കാണുന്നത് കൊണ്ട് ഉണ്ടെന്ന് സിദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് നമ്മളുടെ ജ്ഞാനിയുടെ അനുഭവത്തിന് കാണിക്കുന്ന സ്വാഭാവിക അധ്യാസമായിട്ടിരിക്കുന്ന ദൃഷ്ടാന്തം. ഇവിടെ നിരുപാധിക അധ്യാസ സ്ഥലം എടുത്തിട്ട് ദൃഷ്ടാന്തം കൊടുക്കാൻ പാടില്ല. കയറിലെ സർപ്പം നഷ്ടപ്പെട്ട സർപ്പത്തിന്റെ വാലുണ്ടാവുമോ കയറിൽ? അതുകൊണ്ട് ജ്ഞാനിക്ക് ജഗത്തില്ലാന്ന് സിദ്ധിക്കാൻ വരും. അങ്ങനെ പറ്റിയാൽ പ്രശ്നം എന്താണ്? നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിന്റെ അവസാനത്തില് ജ്ഞാനിയായിട്ടും പുനർജനിക്കുന്ന കേസ് കയറി വരുന്നുണ്ട്. അതെങ്ങനെ കയറി വരും? മനസ്സിലായോ? അതുകൊണ്ട് പല രീതിയിൽ കാണുന്നതിനെ എല്ലാം ചിത്രീകരിക്കുക. ജ്ഞാനിക്ക് അവിദ്യ ഉണ്ടോ? ലേശാവിദ്യ. എന്നാൽ ഞാൻ ജഗത്തിനെ കാണും. എന്നാൽ നിങ്ങളിപ്പം പറയുന്ന ജ്ഞാനി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ജഗത്തിനെ നിഷേധിച്ച ആളല്ലേ? അതെ. അപ്പൊ ആ രീതിയിലല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ സ്ഥിതി പറയാൻ പറ്റൂ? അതെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ജഗത്തുണ്ടോ? ഇല്ല. ഇതൊക്കെ ഞങ്ങൾ തന്നെ പറയും. ഇനി വേറൊരു സ്റ്റേജ്, ഞാൻ ഈ ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് ബ്രഹ്മത്തിൽ അവിദ്യ ഉണ്ടോ? വാസ്തവത്തില് കൽപ്പിച്ചതല്ലേ. അപ്പൊ ജ്ഞാനിയായിരിക്കുന്ന വ്യക്തിയിൽ എവിടുന്ന അവിദ്യ ഉള്ളത്? പിന്നെ ലേശാവിദ്യ മാനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അതും ശരിയാണ്. ഓക്കെ. എന്നിരുന്നാലും ജീവിക്കുന്ന കാലത്തോളം ഈ ഒരു സംഗതി നമ്മൾ ശാസ്ത്രീയമായിട്ട് സിദ്ധിക്കുന്നുണ്ട്. അത് അജ്ഞാനിയുടെ തലത്തിലല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്നും പറയാം. ഇത്രയും കാര്യം വെച്ചിട്ടാണ് നമ്മൾ ജ്ഞാനിയുടെ അനുഭവ തലം സിദ്ധിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒരു കാര്യത്തിന്റെ പിറകെ പോയേക്കരുത്. എല്ലാം ശരിയാ. പക്ഷെ നമ്മൾ സിദ്ധിക്കുന്ന സമയം എന്താണോ എന്ന് നോക്കിയിട്ട് ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചു കൊടുക്കും. പക്ഷെ നോക്കുന്നേരം പലരും ഉണ്ടാവും അവിടെ. ക്ലേശാവിദ്യ മാനിക്കാം,
ലേശാവിദ്യ മാനിക്കാതെ പ്രാരബ്ധം മാത്രം മാനിക്കാം. പ്രാരബ്ധവും ലേശാവിദ്യയും മാനിക്കാതെ ദ്രഷ്ടാവിന്റെ കുറ്റമായിട്ട് മാനിക്കാം. കാരണം ഞാൻ ബ്രഹ്മസ്വരൂപമാണെങ്കിൽ ബ്രഹ്മത്തില് അവിദ്യയില്ല പ്രാരബ്ധമില്ല എന്നുള്ളതിനാൽ. ഇങ്ങനെ 3 സ്റ്റേജ് അവിടെ കയറി വരുന്നുണ്ട്. സ്വാമിജി ജ്ഞാനം ഉണ്ടാക്കാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാ മതി. ജ്ഞാനുണ്ടാവാനോ? ജ്ഞാനുണ്ടാവാൻ ഈ അധ്യയനത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാലത്തെ അധ്യയനം കൊണ്ട് നിങ്ങൾക്ക് മനനത്തിലേക്ക് കയറാൻ പറ്റും. അതായത് അർത്ഥബോധം ഇപ്പം തന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ അർത്ഥബോധം ഉണ്ടായി തുടങ്ങും. പക്ഷെ അതിനെ നല്ലൊരു എന്താണ് ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എത്രയോ വർഷം പിടിക്കും. അതായത് നിങ്ങൾക്ക് ഉത്തരം നമ്മൾക്ക് വേറൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രന്ഥം എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുറെ ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് സംശയാത്മകമായിരിക്കുന്ന ഞാൻ ഒരിക്കലും അജ്ഞാനത്തിന് നാശകനാവത്തില്ല. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൽ പലരും നമുക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളത്. പിന്നെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അതിൽ മാസ്റ്റർ ആവുകയാണ്. പിന്നെ നമ്മൾക്ക് ആ വസ്തുവിനെ സംബന്ധിച്ച് സംശയമില്ല, നല്ല ദൃഢനിശ്ചയം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഇതിന്റെ ഇടയിൽ മനനവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഏകാകാര വൃത്തി അല്ലത്, യുക്തി കൊണ്ട് ആ ബ്രഹ്മവസ്തുവിനെ സിദ്ധിക്കുന്നതിനാണ് മനനം എന്ന് പറയുന്നത്. ഇപ്രകാരം ശ്രവണവും മനനവും എത്ര കാലം ചെയ്യണം? ആവൃത്തി അസകൃതോപദേശാത്, ആവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എത്രയോ കാലം, അതായത് മരണം സമ്പന്നമാവുന്നവരെ ശ്രവണവും നിധിധ്യാസനം സമ്പന്നമാവുന്നവരെ മനനവും എന്നാ. അപ്പോൾ നിരന്തരമായിരിക്കുന്ന ശ്രവണ മനനം നിധ്യാസനം ചെയ്ത് ശീലിച്ചവന് ഇനി അത്രയും നിലവാരത്തിൽ ബ്രഹ്മാകാര വൃത്തി നിലനിർത്താൻ പറ്റുമെങ്കിൽ അവൻ സമ്പൂർണ്ണ പരിത്യാഗം നടത്തിയിട്ട് ആ ആകാരത്തിൽ ഇരുന്നാൽ അവൻ മാത്രമേ അപരോക്ഷ ബ്രഹ്മാകാര വൃത്തിയിലെത്തുള്ളൂ. ഓരോരുത്തൻ. അതുകൊണ്ടാണ് നമ്മൾക്ക് സുഖസുന്ദരമായിട്ട് സോക്കോണ്ട് ഗുരുക്കന്മാർ തീർത്ത് കളയാം. കാരണം ഈ പറഞ്ഞ സാധനമൊന്നും അല്ല ശാസ്ത്രത്തിലൂടെ നോക്കി കണ്ടാൽ ജ്ഞാനിയുടെ ലക്ഷണം. ശരിക്കേ ഒന്നുമില്ലല്ലോ, പഠിച്ച് എല്ലാം സമയമാകുമ്പോൾ മനസ്സിലാവും. അങ്ങനത്തെ ഒരു പ്രശ്നം എടുത്തില്ലേ? നമ്മൾ പഠിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ഏരിയ കഴിഞ്ഞാൽ അറിയാം നമുക്ക് സാധനം മനസ്സിലാവാൻ തുടങ്ങി. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ അച്ഛാ ഈ ഏരിയ കഴിഞ്ഞു എനിക്ക് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്, ബാക്കി വെച്ചിട്ട് ഓരോരോ ബ്രിക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ അത് കയറി വരിക. പിന്നെ നിങ്ങൾ എങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ പഠിച്ച് ഒരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നവര് ഞങ്ങളെ ആചാര്യൻ അവിടുന്ന് ഒരു 10-15 വർഷം കൂടുമ്പോഴായിരിക്കും ഒരു 4 എണ്ണം പുറത്തിറങ്ങും. ആ 4 എണ്ണത്തിന് തന്നെ സ്റ്റാൻഡേർഡിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 2 എണ്ണം ഒരേ രീതിയിൽ ചിന്തിച്ചു പോകും, 2 എണ്ണം ഉപാസനായുക്തമായിട്ട് ചിന്തിക്കും. ചിലപ്പോൾ ക്ലാസ് എടുക്കുക ഈ ഉപാസകന്മാരായിരിക്കും, പങ്ക്തി ടു പങ്ക്തി. ടീക്കെ. പക്ഷെ ഇവർ പെടുന്നത് ചില ഏരിയകളിൽ പോയി നിൽക്കും, അവിടെ മറ്റു പങ്കുകൾ അടിക്കും. കാരണം അതിന് കറക്റ്റായിട്ട് അറിയുന്ന ചില വിഷയങ്ങളുണ്ട്, അവിടെ പ്രശ്നം ഉണ്ടാക്കും. ടീക്കെ. ഇതൊരു ശ്ലോകം ഉണ്ടല്ലോ, കാലേന പരിപച്ചന്തേ കൃഷി ഗർഭാദയോ യഥ. കൃഷി, ഗർഭം ഇതൊക്കെ കാലം കൊണ്ട് റിസൾട്ട് കിട്ടുന്നുള്ളൂ. തഥാ ആത്മവിചാരോപി കാലേഹി ശനൈ കാലേന പച്യത എന്ന് പറയും. അതേപോലെ ആത്മവിചാരവും മെല്ലെ കാലം കൊണ്ട് മാത്രമേ പാകപ്പെടുത്തുള്ളൂ. ഇതിലെ മുഖ്യം പ്രശ്നം എന്താ പറഞ്ഞാല് ഇത് പഠിപ്പിച്ചു തരാൻ, അതേ രീതിയിൽ ശരിയായി പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് നല്ല പാടാണ്. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരെ അടിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഗുരുക്കന്മാരോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല, സത്യവസ്തു പറയാത്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്നാൽ പറഞ്ഞ പോലെ നമോ നാരായണ.